MLA ഫണ്ടിൽ നിന്നും സ്കൂളുകൾക്കും പൊതുവായനശാലകൾക്കും അനുവദിച്ച പുസ്തകങ്ങൾ നജീബ് കാന്തപുരം MLA കൈമാറി. 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് കൈമാറിയത്. കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിന്നും വാങ്ങിയ പുസ്തകങ്ങളാണ് പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ വെച്ച് നൽകിയത്. വായന ലഹരിയാക്കുന്ന ഒരു തലമുറ വളർന്നുവരുന്നത് വർത്തമാനകാല സമസ്യകൾക്കുള്ള പരിഹാരമാവുമെന്ന് MLA പറഞ്ഞു. നന്മയും സൗഹൃദവും വളർത്തുന്നതിലും നാടിനെ സാംസ്കാരികമായി ഉയർത്തുന്നതിനും വായനശാലകൾ വഹിച്ച പങ്ക് വിസ്മരിക്കാനാവില്ല. വായനയിൽ നിന്ന് യുവതലമുറ അകന്നു പോയത് പുതിയ കാലത്തെ പ്രതിസന്ധികൾക്ക് കാരണമായിട്ടുണ്ടെന്നും MLA പറഞ്ഞു. പുസ്തകങ്ങളെ ലഹരിയാക്കാൻ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. നമ്മളൊരു സോഷ്യൽ ഇനീഷ്യേറ്റീവ് അതിന് ഉണ്ടായാൽ ആ മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മളൊക്കെ ആ കാലത്ത് അനുഭവിച്ച ഏറ്റവും വലിയ ലഹരിയായിരുന്നു വായനയിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമ്മൾ കാണാത്ത ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു. നമ്മുടെ കുട്ടികൾ നാളെ മനോരോഗികളായി പോകുമോ എന്ന ആശങ്ക അവരെ കാണിക്കുന്നു. എനിക്ക് അതുപോലെ ഒറ്റ ഉപദേശമല്ല, ഒരു അഭിപ്രായം കൂടി ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ നമ്മളെ കുട്ടികളൊന്ന് വിസിറ്റ് ചെയ്യിപ്പിക്കണം. കൂട്ടമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും ഈ കുട്ടികൾക്ക് അറിയില്ല. ഈ കുട്ടികളെ കാണേണ്ടത് ഡി അഡിക്ഷൻ സെന്ററിലെ മനോരോഗികളെയാണ്. അപ്പൊ അവർക്ക് മനസ്സിലാവും, അവരെ പിയർ ഗ്രൂപ്പിലെ അതേ ഏജിലുള്ള കുട്ടികൾ ഒരുപാട് കാണാം. വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ അധ്യക്ഷനായി. പെരിന്തൽമണ്ണ AEO കുഞ്ഞിമൊയ്തു, HM ഫോറം സെക്രട്ടറി അസീസ് എന്നിവർ സംസാരിച്ചു. ഷൈഷാദ് തെക്കേതിൽ സ്വാഗതവും ഫസൽ വാരിസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.